സുഹ്റബത്തൂൽ സാക്കിയറാലിയ ഷജറുകൾ തരമാൽ സലാമിൻ്റെ സുഹൃതം തരും ഗുരു ഷറഫുടെ നിധി മതി സന്തോഷപ്പൊന്തരു ചന്തം മുന്തിന സുന്ദരി ചന്ദ്ര ശോഭി സുര പൊരുൾ കസുര അഹമ്മദ് പുണർന്റെ സുഗന്ധ വല്ലി നീകണ്ടെ പുകണ്ടെ കന്നി പരം തന്നെ വെക്കുമ്പോ ഫാത്തിമത്ത് സുഹ്റ മെച്ചമുള്ള ക്ഷണം വെച്ചൊരു റോജ മിക മിക തിക തിക സഖ്യ അലി ഹോജ തരുൾ കരുൾ ബുഷ്റ നബി തൻ പൊരുൾ മകൾ സുഹ്റ സുഹ്റബത്തൂൽ സാക്കിയറാലിയ ഷജറുകൾ തരമാൽ സലാമിൻ്റെ സുഹൃതം തരും ഗുരു ഷറഫുടെ നിധി മതി സന്തോഷപ്പൊന്തരു ചന്തം മുന്തിന സുന്ദരി ചന്ദ്ര ശോഭി സൂര പൊരുൾ കസുര. നസീബിനെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. അനിഫ് ഖാൻ്റെ മോളാണ്, മരുമോനാണ്. ചെറുപ്പത്തിലെ ഒരുപാട് കാലം പരിചയമുള്ള ഒരാളൊക്കെ തന്നെയാണ്. കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? വർക്ക് ചെയ്യാന്നല്ല, ഞാൻ എന്റെ ചെറുപ്പം തൊട്ട് 6ാം ക്ലാസ് തൊട്ട് മാഷ കുട്ടി അല്ലെങ്കിൽ ഒരു ഉപ്പാന്റെ കുട്ടി പോലെ. പക്ഷെ ഒരിക്കലെങ്കിലും ഇങ്ങനെ അമോഷായിട്ട് കാണേണ്ടി വന്നത് വിചാരിച്ചിട്ടുണ്ട്? അത് വിചാരിച്ചിട്ടില്ല, സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഈ ഒരു സമയത്ത് പെട്ടെന്നുണ്ടായ ഒരു ഡിസ്കഷനും അല്ല, മുന്നേ തീരുമാനങ്ങൾ കാര്യമൊന്നുമില്ല. പരസ്പരം അറിയായിരുന്നോ? പിന്നെ അറിയായിരുന്നു, ചെറുപ്പം തൊട്ട് കാണുന്ന ആളുകളല്ലേ. അപ്പൊ പിന്നെ കുടുംബക്കാർ വീട്ടുകാർ തമ്മിൽ ഉറപ്പിച്ചു വെക്കുക അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അല്ല, നമ്മൾക്കിടയിലുള്ള ആളുകൾ തമ്മിൽ തന്നെ ഇങ്ങനെ രണ്ടുപേർക്കും ഒരു അന്തർധാര ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, കല്യാണ സമയത്ത് കല്യാണക്കാരൊക്കെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ 15-16 കൊല്ലമായിട്ടുള്ള ബന്ധമാണ്. ഇവിടെ കല്യാണം നോക്കുന്നത്, എന്റെ കല്യാണം നോക്കുന്നത്. അങ്ങനെ ആ സമയത്ത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു 16 കൊല്ലത്തെ ബന്ധം മരണം വരെയുള്ള ഒരു ബന്ധം കൂടി ആയിക്കോട്ടെ, അങ്ങനെ ഒരു 1-2 ആൾക്കാർ മുന്നോട്ട് വെച്ചപ്പോ എന്തുകൊണ്ട് ഞങ്ങൾ നേരത്തെ ചിന്തിച്ചില്ല. അങ്ങനെ മാഷ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് 1.5 മാസമായിട്ടുള്ളൂ, കൂടുതലായിട്ടുള്ള പുതുക്ക. സുഗന്ധ സുമസുരവാസികൾ പാടും സുഖസുബർഗ കല്യാണം സുലഭമധു ഒഴുകുന്നൊരു മേട്ടിൽ സുഹൃദനബിത്രി കല്യാണം കൺകളിൽ കുളിരണിയും മേളം കൽബതിൽ കതിർ കത്തും താളം ഹാത്തിമുന്നബി ഒരു ചൊങ്കുള മംഗളമേ കൺകളിൽ കുളിരണിയും മേളം കൽബതിൽ കതിർ കത്തും താളം ഹാത്തിമുന്നബി ഒരു ചൊങ്കുള മംഗളമേ സുമവാടിലങ്കിയല്ലോ സുവനം മുന്തിയല്ലോ താനത്തകതയ്യത്തോ തപ്പാൻ തങ്ങിടതോ താളം താളം കൃതിയോ തരികിടതോ താളം സംകൃതമേ താനത്തകതയ്യത്തോ തപ്പാൻ തങ്ങിടതോ താളം താളം കൃതിയോ തരികിടതോ താളം സംകൃതമേ. ഫ്രണ്ട്സേ, ബുള്ളറ്റ്മാനാണ് എൻ്റെ കൂടെയുള്ള ആളെ ഞാൻ പരിചയപ്പെടുത്തി തരണ്ട. നമ്മൾ കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിൻ്റെ അന്ന് വൈഫിനെയും അമോഷാക്കാനെയും നസീബിനെയൊക്കെ നമ്മൾ കണ്ടു. തിരുവനന്തപുരത്ത് സ്റ്റേറ്റ് കലോത്സവത്തിൻ്റെ അന്ന് നമ്മൾ ജസ്റ്റ് ഒരു യാദൃശികമായിട്ട് കാണുന്ന നമ്മളെ ആസിലമോളെ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി എടുക്കുന്ന ഇടയിലാണ് ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ മുജീബ് മടിക്കോടിൻ്റെ ഒരു പാട്ടായിരുന്നു അന്ന് തിരഞ്ഞെടുത്തത്. അതിൽ ഇവരെ ഒരു പാട്ട് നമ്മൾ ഷോർട്ടാക്കിയിട്ട് ഒരുപാട് ആളുകൾ, 5 ലക്ഷം ആളുകളൊക്കെ കണ്ടു തോന്നുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ, പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ നസീബിൻ്റെ എന്താ പറയുക ഫാന് തന്നെ പറയാം. ഒരുപാട് ആളുകൾ പിന്നെ അതിൽ കമൻറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരു പൂർണ്ണമായിട്ടുള്ള ഇൻ്റർവ്യൂ എടുക്കണം, അതുപോലെ തന്നെ സൂറബത്തിൽ തന്നെ പാട്ട് പൂർണ്ണമായിട്ട് പാടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മ്യൂസിക് ഒന്നും ഇല്ലാതെ ഒന്ന് പാടിയാൽ തിരക്കണം, മ്യൂസിക്കിലുള്ള പാട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് അങ്ങനെ പ്ലേ ചെയ്ത് കാണാം. നമ്മളെ ആ ഒരു വോക്കലല്ലായിരുന്നു. അപ്പോൾ നസീബാണ് നമ്മളെ കൂടെ ഉള്ളത്. വളരെ ചെറുപ്പം 12-ാം വയസ്സിലല്ലേ, 11-12 വയസ്സിലാണ് ശരിക്ക് ആ ഒരു ഈ ഒരു ഫീൽഡിലേക്ക് ശരിക്ക് വരുന്നത്, രംഗത്തേക്ക് വരുന്നത്. നമ്മുടെ മാഷ അനിഫ മാഷ കയ്യിലെത്തിയതിന്റെ ശേഷം പിന്നീട് അങ്ങോട്ട് ചരിത്ര പ്രയാണങ്ങളായിരുന്നു അല്ലേ. ഇപ്പൊ പ്രവാസിയാണ്, കല്യാണമൊക്കെ കഴിച്ച്, അതൊക്കെ ഒരു ചരിത്ര കല്യാണങ്ങളായിരുന്നു കേട്ടോ. മൊഷാഖാന്റെ കൂടെ നടന്ന് മോളെ തന്നെ കല്യാണം കഴിച്ചു കൊടുത്ത് പിന്നെ എന്താ പറയുക 16 വർഷത്തെ ബന്ധമാണ് അങ്ങനെ ഈ ഒരു ബന്ധം കൂടി അതിലേക്ക്. വൈഫിനെ നമ്മൾ അന്ന് കാണിച്ചിരുന്നു, നമ്മൾ ക്ഷണിച്ചു, ശരിക്ക് ചെറിയ പാട്ടൊക്കെ പാടും, മൂളിപ്പാട്ടൊക്കെ പാടാന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷണിച്ചിരുന്നു. പക്ഷെ വന്നില്ല, മടിയാന്ന് പറഞ്ഞു. അന്ന് തന്നെ എന്തോ പിന്നെ എന്താ ഒരു എന്താ പറയാ ഭാഗ്യവശാല് അന്ന് നമുക്കന്ന് കിട്ടി, അന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നസീബാണ് നമ്മൾ കൂടെ ഉള്ളത്. പിന്നെ ഒരു
എന്താ പറയാ, പ്രവാസത്തിലാണെങ്കിലും കൂടിയിട്ട് ഞാൻ 2 വർഷമായിട്ടുള്ളൂ പ്രവാസം ആയിട്ട് തുടങ്ങിയിട്ട്. ഇപ്പോഴും ആ ഒരു പാട്ടിന്റെ ടച്ച് വിട്ടിട്ടൊന്നുമില്ല. പാട്ട് ടച്ച് വിടാൻ പറ്റില്ലല്ലോ, പാട്ടിന്റെ കഴിവ് ഉള്ളിടത്തോളം കാലം ടച്ച് ഉണ്ടാവും. ശബ്ദം പഠിച്ചോ നിലനിർത്തുന്ന കാലത്തോളം അതെ അതെ അതുണ്ടാവും. പിന്നെ അവിടുത്തെ ജോലി തിരക്കും പിന്നെ അവിടുത്തെ ലൈഫൊക്കെ നമ്മളിവിടുത്തെ പോലെ അത്ര സമയ സൗകര്യം ഒന്നും കിട്ടലുണ്ടാവില്ല. അതിന്റെ ഒരു ചിലപ്പോൾ ഫീൽഡിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കാൻ പറ്റുക, അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഇങ്ങനെ പാട്ടുകൾ വരും, അത്രത്തോളം പണ്ടത്തെ പോലെ ഉണ്ടാവില്ല. പക്ഷെ അന്ന് ശരിക്ക് സൂറബത്തൂല് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടിയ പാട്ടാണ് അത്. അന്ന് യൂട്യൂബിൽ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോരുത്തർ പാടിയിട്ടും അല്ലെങ്കിൽ അറിയപ്പെട്ട വളരെ എനിക്ക് ശരിക്കും മുജീബ് അനീഫ് ഖാൻ മുടിക്കോ അത് ശരിക്കും പേര് മാറുന്നുണ്ട്. ഞാൻ ശരിക്കും നേരത്തെ മുജീബാന്ന് പറഞ്ഞു തോന്നുന്നത്. ഓക്കെ, എന്നാലും അതും പിന്നെ അനീഫ് ഖാന്റെ ഒരു പാട്ട് തന്നെയല്ലേ? അതെ, അനീഫ് ഖാന്റെ പാട്ട്. അനീഫ് ഖാൻ സംഗീതം ചെയ്ത പാട്ടാണ്. അതാണ്. ഓക്കെ, മാഷ് അനീഫ് മാഷ് സംഗീതം ചെയ്ത് ഭയങ്കരവരെക്കൊണ്ട് മാഷ് എഴുതിയ വരികളാണല്ലേ. അന്ന് നമ്മളൊക്കെ കലോത്സവത്തിന് പങ്കെടുക്കുന്ന സമയത്ത് മാഷ് നമുക്ക് വേണ്ടിയിട്ട് എഴുതി സംഗീതം ചെയ്ത് പാടിപ്പിക്കുന്ന, ചിട്ടപ്പെടുത്തി നമ്മളെ പരിശീലിപ്പിക്കുന്ന ഒരു അതിനായിട്ട് പാടിയതാണ്. അങ്ങനെയാണ് മാഷ് കലോത്സവങ്ങളിലൊക്കെ മാഷ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ആ ഒരു കലോത്സവത്തിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് കലോത്സവത്തിൽ എത്തിയ കുട്ടിക്ക് വേണ്ടിയിട്ട് പുതിയൊരു പാട്ട് അന്നത്തെ പ്രഗത്ഭരായിട്ടുള്ള രചയിതാക്കളെ കൊണ്ട് എഴുതിപ്പിച്ച് സംഗീതം ചെയ്തിട്ട് അങ്ങനെയാണ് ശൈലി. അങ്ങനെ അന്ന് എനിക്ക് വേണ്ടിയിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള പാട്ടായിരുന്നു അത്. തരുൾ കരുൾ ബുഷ്റാ നബി തൻ പൊരുൾ മകൾ സുഹ്റാ സുഹ്റ ബത്തൂൽ സാക്കിയറാലിയ ഷജറുകൾ തരമാൽ സലാമിൻ്റെ സുഹൃതം തരും ഗുരു ഷറഫുടെ നിധി മതി സന്തോഷ പൊന്തരു ചന്തം മുന്തിന സുന്ദരി ചന്ദ്ര ശോഭി സൂര പൊരുൾ കസുര. നല്ലൊരു പാട്ട്. നല്ല. അതെ അതെ. അത് പിന്നെ അതിന്റെ ശേഷം ഒരുപാട് ആളുകളുണ്ട് ഈ പാട്ട് കേൾക്കുന്ന പ്രേക്ഷകരായിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ ആരുതാന്ന് ശരിക്കും തുടക്കം പെടുന്നതാണല്ലോ അല്ലേ? തുടക്കം. പിന്നീട് 14 നമ്മളെ മഞ്ചേരി ബാദുഷാ മാഷ സ്റ്റുഡന്റ് തന്നെയാണ്. അതെ അതെ. പക്ഷെ കലോത്സവത്തിൽ പാടി വളർന്നത് പാട്ട് പാടിയിട്ടുണ്ട്. കൊണ്ടുവന്ന് പാടിച്ചിട്ടുണ്ട്. അതെ എല്ലാ ഇപ്പൊ അതിന് വീണ്ടും അത് റിവേർഷൻ അതിന്റെ പാടിയതൊക്കെ അതൊക്കെ പിന്നീട് അത് വീണ്ടും വീണ്ടും ഏറ്റുപാടാൻ പറ്റിയൊരു പാട്ടായതുകൊണ്ടാണ് ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് യൂട്യൂബിലൊക്കെ എത്രയോ ആളുകൾ റീലും പാട്ട് വന്നിട്ടില്ല തോന്നുന്നു മാപ്പിളപ്പാട്ടില്. ഒരു തനത് ശൈലിയിലുള്ള ഒരു മാപ്പിളപ്പാട്ട്, നല്ലൊരു പാട്ട്. അത് തുടക്കം ഇവിടുന്നാണ് ഇതിന്റെ ഒരു സന്തോഷം. അതെ അതെ അതെ. ആ ഒരു സ്റ്റുഡിയോയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അമോഷാക്കാന്റെ സ്റ്റുഡിയോയിലാണ് നമ്മളുള്ളത്. അനീഫ്ക്ക് അവിടെ ഉണ്ട്. നമ്മൾ വിളിച്ചിട്ട് നമ്മള് ഇതൊരു സ്ക്രീനിൽ വരാൻ മടിച്ചിങ്ങനെ നിൽക്കാണ്. വൈകാതെ നമ്മൾ കാണിക്കും കേട്ടോ. പിന്നെ അതുപോലെ അതെല്ലാം ഇപ്പൊ പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് എത്രയായി? 2 വർഷം കഴിഞ്ഞു. 2-2.5 വർഷമായി. കല്യാണം കഴിഞ്ഞിട്ടോ? കല്യാണം ഇപ്പോ ഈ ഡിസംബറിലേ കഴിഞ്ഞിട്ടുള്ളൂ. ഈ ഡിസംബറിൽ ഇപ്പൊ കഴിഞ്ഞ ഡിസംബറിലാണ് കല്യാണം കഴിഞ്ഞ്. ഞാൻ അതിന്റെ 2 വർഷമായിട്ട് പ്രവാസമൊക്കെ കഴിഞ്ഞ് പിന്നത്തെ ഒരു ലീവിന് എന്നെ കല്യാണമൊക്കെ നോക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് നമ്മളെ കുടുംബക്കാർ നമ്മളെ പാട്ടിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ 1-2 അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞു. എന്തുകൊണ്ട് 10-15-16 വർഷമായിട്ടുള്ള മാഷമോളും കല്യാണത്തിന്റെ അതേ പ്രായത്തിൽ നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ബന്ധം കൂടി ആയിക്കൂടാ? അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാൻ ഇനി ബാക്കിയൊന്നുമില്ല. എന്നെ കുറിച്ച് അല്ലെങ്കിൽ മാഷെ കുറിച്ച് മോളെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുടുംബമായിട്ട് ഒരു പുതിയ കാര്യമല്ല. എന്റെ ഉമ്മയായിട്ട് സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംസാര വിഷയം ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ. അപ്പൊ കൂടുതലൊന്നും ആലോചിക്കാണ്ടായിരുന്നില്ല, ഒന്നും ചിന്തിക്കേണ്ടത്. 16 കൊല്ലത്തെ ബന്ധം ഇനി ഒരു മരണം വരെയുള്ള ഒരു രക്തബന്ധത്തിലേക്ക് കൂടി കാലെടുത്ത് വെച്ചോട്ടിട്ട്. ഓക്കെ. ഏതായാലും വളരെ സന്തോഷം. നമ്മൾ മോളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും. ഏകദേശം എല്ലാവരും ഇത് ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോ 2ാമത്തെ പ്രവാസത്തിലേക്ക് തിരിച്ചു പോവാണ്. ഞാൻ അവിടെ തന്നെയാണ്. നമ്മളിപ്പോ എന്തായാലും പ്രവാസി ആയിട്ട് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാലം എന്തായാലും പിന്നെ പാട്ടും പരിപാടിയൊക്കെ ഇൻഷാ അല്ലാ കൂടെ തന്നെ കൊണ്ടുപോകണം. അവിടുന്ന് പിന്നെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവിടുന്ന് ആയിട്ട് കൂടെ കൊണ്ടുപോകാൻ തന്നെയാണ് പ്ലാൻ. കൊണ്ടുപോകും. ഇപ്പൊ അവള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിഗ്രി. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇപ്പോ പിന്നെ നസീബ് അവിടെ എഞ്ചിനീയർ ആയിട്ട്. ഞാൻ എഞ്ചിനീയർ, അത് അവിടെ കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ്, സിവിൽ എഞ്ചിനീയർ ആണ്. പഠിത്തം കഴിഞ്ഞ ഉടനെ തന്നെ നേരിട്ട് ഖത്തറിലേക്ക് പോയി. അളിയനും പെങ്ങളൊക്കെ അവിടെ ഫാമിലി ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നതിനേക്കാളും ഒന്നുകൂടി ഞങ്ങള് 4 മക്കള്. മേലെ താത്തണ്ട്, 2ാമത് ഞാന്, പിന്നെ ഒരു അനിയത്തിന്റെ കല്യാണം കഴിഞ്ഞു, താഴെ ഒരു അനിയനുണ്ട്. പിന്നെന്താ അനുമാന്റെയും ഇതുകൊണ്ടൊക്കെ തന്നെയല്ലേ അത് ഭയങ്കരാണ്. പിന്നെ അങ്ങനെ ബാക്കിൽ അങ്ങനെ നിന്ന് പുഷ് ചെയ്യാൻ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇതുവരെ. ഫാമിലിയിൽ നിന്ന് അങ്ങനെ ആരും വന്നിട്ടില്ല. നമ്മള് നേരിട്ടുള്ള ഫാമിലിയിൽ നിന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു.
അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിലമ്പൂർക്കാർക്കാണെന്ന് അറിയാം. അടിച്ചാൽ നസീബ് എന്നൊക്കെ അടിച്ചാൽ നസീബ് അറിയുമ്പോൾ നിലമ്പൂർ തന്നെ വരും. നസീബ് നിലമ്പൂരിൽ നിന്ന് അടിച്ചെടുത്ത പാട്ടുകളൊക്കെ ബാനും ബാസിലാബാനായിരുന്നു ശരിക്കും ഒരു കോംബോ അല്ലേ അന്ന്. അല്ല, ഞാൻ യൂട്യൂബിൽ ആദ്യത്തെ പാട്ട് ഡ്യുവറ്റ് ആയിട്ട് ഇടുന്നത് എനിക്ക് തോന്നുന്നു സിദ്രത്തിന് മുന്നേ നമ്മളൊക്കെ ഒക്കെ മാഷ സ്റ്റുഡൻസ് തന്നെ ഇവരെല്ലാവരും. സിദ്രത്തിനായിട്ടുള്ള ഒരു പാട്ടാണ് യൂട്യൂബിൽ ആദ്യം. അന്ന് ഭയങ്കര യൂട്യൂബിന്റെ കാലാണ്, യൂട്യൂബിൽ പാട്ടിട്ട് തുടങ്ങുന്ന സമയമാണ്. പക്ഷെ നിങ്ങളൊക്കെ വരുന്ന സമയത്ത് യൂട്യൂബ് ഒന്നും ഇല്ലാതായിട്ടില്ല, പാട്ടുകളും ടിവിയിലൂടെ ഒക്കെ വരുന്ന പരിപാടികളും. അതിലും ഞാൻ മാഷ കയ്യിലെത്തുന്നതും പാട്ടും അന്നൊക്കെ ഒരുപാട് നമ്മള് ഈ കുറച്ചാള് ചിലപ്പോ ഇപ്പത്തെ ഈ തലമുറ അല്ലാതെ, അതായത് ഞാൻ പറഞ്ഞ 20 വയസ്സിനും 30 വയസ്സിന്റെ ഇടയിൽ ഒരു 25 വയസ്സിന്റെ 30 വയസ്സ് 35 വയസ്സ് വരെ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പൊതുവെ അവരുടെ പഠിക്കുന്ന സമയത്തൊക്കെ ഉള്ള സമയത്ത്, അതായത് അന്ന് ടി വി, കാരണം 14 പട്ടുമാലാണെങ്കിലും മൈലാഞ്ചി ആണെങ്കിലും സി ഡി പാട്ടുകൾ അല്ല, ടിവിന്റെ മുന്നിൽ വെയിറ്റ് ചെയ്തിരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു സമയം ഉണ്ടേനി. ഇതൊക്കെ ഒരു 2005 ശേഷമാണ് നമ്മൾ ഈ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയയിലേക്ക് ഇത്ര ഇതായത്. അപ്പൊ അന്നേ സമയത്ത് അന്ന് ബാദുഷ ഉണ്ടാവും. ഞാൻ വന്നതിന് കുറച്ച് കാലങ്ങൾക്ക് എന്റെ ഇടയിലാണ് ബാദുഷയും രംഗത്തേക്ക് വരുന്നത്, മാഷ കൈകളിലേക്ക് എത്തുന്നതും പിന്നെ മീഡിയ മണ്ണിലേക്ക് പോകുന്നതും. പിന്നെ അവിടുന്ന് എങ്ങനെ എല്ലാവരുടെ വളർച്ച ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ നമ്മള് ബാദുഷ ഉണ്ട്, സൽമാൻ ഉണ്ട്, പിന്നെ ഫൈസൽ ഉണ്ട് കോഴിക്കോടുള്ള എല്ലാവരും ഒരേ ഒരു കാറ്റഗറി. റബിയുള്ള പുൽപ്പറ്റ ഒക്കെ 14 രാവിലും മൈലാഞ്ചിയിലും പട്ടുമാലും ഒക്കെ വന്ന എല്ലാ മിക്ക പാട്ടുകാരും. ഞാനിടയ്ക്ക് പറയാറുണ്ട്, ഈ ഒരു അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കഴിവുള്ള ആളുകളെ ലോകം അറിയാൻ പറ്റി. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഞാനും ഇങ്ങനെ പറഞ്ഞില്ല, ഞാനും കുറച്ച് ആളുകളൊക്കെ നമ്മൾ അറിയപ്പെടാത്ത കുറച്ച് ആളുകൾ നമ്മളിങ്ങനെ നമ്മളെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഒരുപാട് കഴിവില്ല കുട്ടികൾ, ഒരുപാട് കഴിവില്ല മക്കളൊക്കെ വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കൊണ്ടുപോലുണ്ട്. ഒരുപാട് നല്ല നല്ല കഴിവില്ലവർ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിലൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഇത്രയൊക്കെയാണ് നസീബിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഒരൊറ്റ പാട്ടോടെ പ്രേക്ഷകർക്ക് പാടി കൊടുത്താൽ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. സുഗന്ധ സുമസുരവാസികൾ പാടും സുഖസുബർഗ കല്യാണം, സുലഭമധു ഒഴുകുന്നൊരു മേട്ടിൽ സുഹൃദനബിതൃ കല്യാണം, കൺകളിൽ കുളിരണിയും മേളം കൽബതിൽ കതിർ കത്തും താളം, ഹാത്തിമുന്നബിയൊരു ചൊങ്കുള മംഗളമേ. കൺകളിൽ കുളിരണിയും മേളം കൽബതിൽ കതിർകത്തും താളം, ഹാത്തിമുന്നബിയൊരു ചൊങ്കുള മംഗളമേ. സുമവാടിലങ്കിയല്ലോ സുവനം മുന്തിയല്ലോ, താനത്തകതയ്യത്തോ തപ്പാൻ തങ്ങിടതോ താളം താളം കൃതിയോ തരികിടതോ താളം സംകൃതമേ. താനത്തകതയ്യത്തോ തപ്പാൻ തങ്ങിടതോ താളം താളം കൃതിയോ തരികിടതോ താളം സംകൃതമേ. സുഗന്ധ സുമസുരവാസികൾ പാടും സുഖസുബർഗ കല്യാണം, സുലഭമധു ഒഴുകുന്നൊരു മേട്ടിൽ സുഹൃദനബിതൃ കല്യാണം. താങ്ക് യു. അപ്പോൾ ഓക്കെ, നമ്മൾ അമർഷാങ്കാലിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. ഇതാണ് നമ്മളെ അനീഫ മുടിക്കോട്, നസീബിൻ്റെ അമോഷനെ നമ്മളൊരിക്കൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ട്രിവാൻഡ്രത്ത് നിൽക്കുന്ന സമയത്ത്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഒന്നുകൂടി കാണിക്കാം. അനീഫ് ഖാൻ്റെ സ്റ്റുഡിയോയിലാണ് ഉള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, ഒരുപാട് ആളുകൾ ഒരുപാട് ഈ ഒരു മേഖലയ്ക്ക് വരുന്ന ഇന്നത്തെ കാലഘട്ടത്തിലെ തലമുറയിൽ ഒരുപാട് നമ്മളെ പൂക്കോട്ടൂരത്തെ ആരാണ്, അസദ് പൂക്കോട്ടൂർ വരെ അല്ലേ, ബാദുഷ, സിദ്ദത്തുൽ മുൻതഹ, സൽമാന്, റബിയുള്ള, സുൽഫ മഞ്ചേരി, അങ്ങനെ ഒരുപാട് ആളുകൾ പറയാനുണ്ടാവും കേട്ടോ. എല്ലാരും ഇങ്ങനത്തെ ഈ ഒരു എന്താ പറയാ സംഗീതത്തിന്റെ പിന്നിലാണ് സ്ഥിരമായിട്ടല്ലേ. ഓരോ കാലഘട്ടത്തിൽ അതാണ് മാപ്പിളപ്പാട്ടിനെ സ്നേഹിക്കുന്നവർ, മാപ്പിളപ്പാട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ബാപ്പുപള്ളിപ്പറമ്പാണെങ്കിലും അതുപോലെ തന്നെ ഓയമിക്കർമാരെ കൊണ്ടാണെങ്കിലൊക്കെ എഴുതിയ വരികൾക്ക്, അതുപോലെ വേറെ വെള്ളവങ്ങാട്, മുടിക്കോട്, ട്രഡീഷണൽ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. അതെ, ഇപ്പൊ കഴിഞ്ഞ ആസിന്റെ പാട്ടും അതടക്കം. ഇവരൊക്കെ പാട്ടിന് മ്യൂസിക് നിങ്ങൾ കേൾക്കുന്ന ട്യൂൺ ഉണ്ടല്ലോ, നിങ്ങളിങ്ങനെ ആസ്വദിക്കണ ഇത് അവർ ട്യൂണ് നിർമ്മിക്കണ ഈ ഒരു മനുഷ്യനാണ് കേട്ടോ. എല്ലായിടത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ വീഡിയോസിന്റെ താഴെ നിങ്ങളിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. മ്യൂസിക് ആൻഡ് കമ്പോസിംഗ് അല്ലേ, മ്യൂസിക് ആൻഡ് ലിറിക്സ്, ഡയറക്ഷൻ.
ലിറിക്സ് ഇല്ല, ലിറിക്സ് അല്ല അതന്നെ മ്യൂസിക് സംഗീതം ഡയറക്ഷൻ. അതെ 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 ആ ഒരു അത് ചെയ്യണ മനുഷ്യരാണ് നമ്മൾ. ചില്ലറക്കാരൊന്നുമല്ല കേട്ടോ. കാരണം നമ്മളൊക്കെ ആസ്വദിക്കുന്ന ഒരുപാട് പാട്ടുകൾ നമ്മളൊക്കെ അല്ലെങ്കിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടക്കുന്ന സമയത്ത് മൊബൈലിൽ ഓണാക്കി വെക്കുമ്പോഴും ഇവരൊക്കെ കരങ്ങളുണ്ടായില്ലേ. വാപ്പുള്ളിപ്പറമ്പ് നമ്മൾ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇന്ന് മിറാജിൻ്റെ നോമ്പായതുകൊണ്ട് വീട്ടിൽ പോയതാണ്. ഞാൻ വാപ്പുവിനെ ഉൾപ്പെടുത്തുന്ന വിചാരിച്ചിരുന്നു. അതുപോലെ തന്നെ നസീബിൻ്റെ വൈഫിനെ നമ്മൾ കൊണ്ടുവന്ന് വിചാരിച്ചു. പക്ഷേ അന്ന് തന്നെ നമ്മൾ കിട്ടിയോണ്ട് പിന്നെ മടിയായതുകൊണ്ടാണ്. അപ്പോൾ അനീഫ്ക്കാണ് കൂടെ ഉള്ളത്. പിന്നെ അനീഫ്ക്ക് എത്ര മക്കളാ? 5 മക്കൾ. 5 ആള്. മോള് രണ്ടാമത്താ? രണ്ടാമത്തെ. രണ്ടാമത്തത്. ആ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ബാക്കി പെൺകുട്ടികൾ. ഓക്കെ ഓക്കെ. അപ്പോൾ നസീബ് കാണാൻ പറ്റിയാലും അനീഫ്ഖാനെ കാണാൻ പറ്റിയില്ലെങ്കിൽ ഒരുപാട് സന്തോഷം. ഇന്ന് വീട്ടിലായിരുന്നു, പിന്നെ അവിടെ പോയിട്ടാണ് ഇപ്പോൾ സ്റ്റുഡിയോ ഒക്കെ വന്നിട്ടുള്ളത്. പിന്നെയും ഒരുപാട് കലാകാരന്മാർ ഈ ഒരു മേഖലയ്ക്കും അതുപോലെ തന്നെ ഇങ്ങനത്തെ മാപ്പിളപ്പാട്ടിൻ്റെ ഈ രീതിയിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കാൻ സാധിക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും, ബൈ.